ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായി ഇരിക്കുന്നു. ഇന്നലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഏട്ടാ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു മുറ്റമൊക്കെ തൂത്തൊക്കെ വാരി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തുണി കുറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പാല് വന്നിട്ട് ഫ്രീസറിൽ ആയിപ്പോയി, കട്ട ഒരുപാട്. അതൊന്ന് വെള്ളത്തിലൊക്കെ വെച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒന്നരിഞ്ഞ് ഒരു സവാളയും കൂടെ ഇട്ട് നമ്മുടെ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച്. കാരണം വാവച്ചിയും മോനും വന്നില്ല, അവർക്കുള്ള കാപ്പി ഉണ്ടാക്കണം. ഇന്നൊരു കല്യാണത്തിന് പോകണം. നമ്മുടെ കുടുംബത്തിലൊരു കല്യാണമുണ്ട്, ഒരു ചെറിയ കുഞ്ഞു ലളിതമായ ഒരു കല്യാണം. അപ്പം ഞാനൊന്ന് അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ജോലി ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് പുറത്തോട്ടൊന്ന് പോയി. ആ സമയത്ത് നമ്മളുടെ ഒരു സ്റ്റെപ്പ് വെള്ളം കളയേണ്ട സമയമായി വാഷിംഗ് മെഷീനിൽ നിന്ന്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പോയി. കുറേ പാത്രങ്ങളൊക്കെ കിടന്ന് അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി വണ്ടി കഴുകണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്തതിന് ശേഷം വന്ന് അടുക്കളയിൽ കയറിയപ്പോൾ വാവച്ചൻ ചേട്ടൻ വന്നു. അപ്പോൾ അവർ വന്ന വഴിക്ക് തട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. കുറച്ച് ദിവസം കൊണ്ട് വാവച്ചില്ലായിരുന്നു, ഇവിടെ മൂകാംബികയിലായിരുന്നു ഓട്ടം പോയിട്ട് വന്നതിന് ശേഷം കായവും പരിപ്പും ഉഴുന്നും അണ്ടിപ്പരിപ്പും സവാളയും പിന്നെ പഴമുണ്ടല്ലോ നമ്മൾ പാളയംകുടം പഴവും വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവർക്ക് പെട്ടെന്ന് ഇനി കാപ്പി കൊടുക്കണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അതിനെ തേങ്ങ ഒന്ന് അരച്ച് വെച്ചതിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടി വന്നപ്പോൾ ഒരു സിമ്പിൾ പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് കുക്കറിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിരുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയാണ് കേട്ടോ അരച്ച് വെച്ചിരുന്നത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് എന്നിട്ടൊന്ന് അതിൻ്റെ ജാറും കൂടെ ഒന്ന് കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുരുമുളകും നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ ചപ്പാത്തി ഒരെണ്ണം, ഇത് റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ, അതാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചപ്പാത്തിക്കുള്ളത് ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ കറി റെഡിയായി. പിന്നെ ഇപ്പുറത്ത് ഞാൻ ചായയും കൂടെ വെച്ച് കൊടുത്ത്, ചായക്കുള്ള പാലും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകുകയും വേണം. 11:30 കല്യാണം പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡിയായി, നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും റെഡിയായി. അപ്പോൾ എന്നിട്ട് ഞാൻ വാവച്ചിക്കും ചേട്ടനും മോനും കഴിക്കാനൊക്കെ കൊടുത്ത് 3 പേരും അവിടെ ഇരുന്ന് കഴിച്ച്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് കുളിച്ച് സാരിയൊക്കെ കൊടുത്തിട്ട്, ഇത് പുതിയൊരു സാരിയായിരുന്നു. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ കല്യാണത്തിന് പോവുകയാണ്. ആവച്ചി ഇന്ന് വെളുപ്പിന് 4 മണിക്കാണ് വന്നത്. വീട്ടില് ഉറങ്ങി കിടന്നിട്ട് ഇപ്പൊ എണീറ്റതേ ഉള്ളു കേട്ടോ. അപ്പൊ ആദ്യത്തെ ഉണ്ട് പുറകില്, പ്രിയനുണ്ട് പുറകില്, ഞാൻ ഉണ്ട്. അപ്പൊ ഞാനിന്ന് സാരിയൊക്കെ കൊടുത്തു വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ നമുക്ക് പോവാം. ഞങ്ങൾ പോട്ടെ. എവിടെ വെച്ച് നമ്മ കല്യാണം? കണ്ണാന്തറ പള്ളിയിലാണ്. പോണ വഴിക്ക് നമുക്ക് ഇനി അരി ആട്ടണത് വെക്കണം നെല്ലില്, അവിടെ പോണം, എന്നിട്ടേ പോവുള്ളൂ. ഇത് നമ്മുടെ വലിയതുറയിലുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മളൊക്കെ അസുഖങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് പോകുന്ന ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ മെല്ലിൽ അരി കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ മെല്ലിയുടെ എത്തി, മൂത്ത മോനെ ഇറങ്ങി അരി കൊണ്ടുവന്ന് മെല്ലിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുത്തെ ചേട്ടനായിട്ട് നല്ല പരിചയമുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ പള്ളിയിലോട്ടുള്ള യാത്രയാണ് തിരിച്ച്. അപ്പോൾ തിരിച്ച് വരണ വഴിക്ക് നമ്മൾ വലിയതുറ ജംഗ്ഷൻ വഴിയാണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിങ്ങൾക്ക് നമ്മളുടെ മീൻ ചന്ത ഉണ്ടല്ലോ, മീനൊക്കെ വിൽക്കുന്ന ചന്ത, അപ്പോൾ ആ ചന്തയുടെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കണത്. അപ്പോൾ ഇത് ജംഗ്ഷനാണ് നമ്മളുടെ വലിയതുറ ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ല കടലും പച്ചക്കറികളും മീനും തട്ടൂട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 6 മണിക്ക് ശേഷം എപ്പോൾ വന്നിരുന്നാലും ഇവിടെ നിന്ന് നമുക്ക് ആ വീട്ടിൽ ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണ പള്ളിയിലെത്തി.
കല്യാണം നടക്കുന്ന പള്ളിയിലെത്തി. അവിടെ നിന്ന് ഇത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ചേട്ടനും പിള്ളേരും വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഞങ്ങൾ പിന്നെ നടന്ന് വരികയാണ്. ഇതാണ് കല്യാണ ചെറുക്കൻ്റെ അമ്മ. അവരൊക്കെ വണ്ടി ഒതുക്കാൻ വേണ്ടി പോയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അവരെ കൂടെ വന്ന് ഫോട്ടോയൊക്കെ നിന്നു, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ളൊരു വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇനി എല്ലാവരും കൂടെ ചേർന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ പള്ളിയുടെ കുറച്ച് അപ്പുറത്താണ് കല്യാണ മണ്ഡപം ഉള്ളത്. അപ്പോൾ ഈ പള്ളിയും നമ്മുടെ കടലിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് അവിടെ കുറച്ച് പേരൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. നമ്മുടെ കുറച്ച് ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു. അവരെ കൂടെ നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ പോയപ്പോൾ കേക്ക് മുറിക്കേണ്ട സമയമാണ് കേട്ടോ ഇനി. അപ്പോൾ അവിടെ കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാവരെയും കൂടെ അടുത്തോട്ട് നമ്മൾ ക്യാമറാമാനൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് നിന്നപ്പം ഇപ്പുറത്തേക്കുന്ന ആ അപ്പച്ചനാണ് കേട്ടോ ഈ കേക്ക് മുറിക്കുന്നതിനുള്ള നേതൃത്വം നൽകുന്നത്. അപ്പോൾ അപ്പച്ചൻ ഒരു പ്രാർത്ഥനയൊക്കെ അവിടെ നിന്ന് പഠിച്ചതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും കൂടെ ചേർന്നു. ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നതൊക്കെ നമ്മുടെ ബന്ധുക്കളാണേ. എല്ലാവരും നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി കേക്ക് മുറിക്കണ ചടങ്ങാണ്. അപ്പോൾ ചെറുക്കനും പെണ്ണും കൂടെ കേക്കൊക്കെ മുറിക്കുകയാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്നത് മൂത്ത സഹോദരനാണ് കേട്ടോ. ടോണി എന്നാണ് മോൻ്റെ പേര്. നമ്മൾ കിച്ചുവിൻ്റെയും ടോണിയുടെയും കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെ പേര് കിച്ചു എന്നാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആയിട്ട് ആദ്യം മുറിച്ചപ്പോൾ തന്നെ ഒരു കഷ്ണം അങ്ങ് താഴെ പോയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് ചിരിച്ച് രണ്ടാമത് കേക്ക് മുറിച്ച് എടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയിട്ട് പരസ്പരം കൈമാറി അവർ കഴിച്ചു. അതിനുശേഷം ഇനി നമ്മുടെ വൈൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ 2 ഗ്ലാസ്സിലായിട്ട്. പിന്നെ വൈനും കൂടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൈമാറി കുടിച്ചതിന് ശേഷം അപ്പോൾ അപ്പച്ചൻ അവിടെ നിന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക്. അപ്പം നമ്മുടെ ആ കർമ്മവും കൂടെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തിന് കേക്ക് കൊടുക്കുന്നത് ചെറുക്കൻ്റെ അമ്മയ്ക്കാണ്. അത് കഴിഞ്ഞ് മൂത്ത ജ്യേഷ്ഠന് ടോണിക്ക് കേക്ക് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് അണ്ണനെ അവിടെ ഒരിടം കണ്ടില്ല കേട്ടോ. അങ്ങോട്ട് ഇവിടെ എന്തോ ആവശ്യത്തിന് അങ്ങോട്ടെന്തോ പോയിരിക്കണതാണ്. അപ്പോൾ അത് പെണ്ണിൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്കും കൂടെ കേക്ക് കൊടുക്കും എടുത്ത് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പെണ്ണിന് വന്നിട്ട് ടെക്നോ പാർക്കിലാണ് കേട്ടോ ജോലി. അപ്പം അതിന് ശേഷം പിന്നെ എനിക്ക് വിളിച്ചു, കേക്ക് തന്നു. ഞാനും വായൊക്കെ തുറന്ന് കേക്ക് കഴിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൂട്ടുകാരോട്, ഞാനൊരു കല്യാണത്തിന് പോയി ഒരു 1/4 കിലോളം കേക്ക് ഞാൻ തട്ടിയെന്ന്. എന്നിട്ട് ഞാനും കേക്കെടുത്ത് അവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വെച്ച് കൊടുക്കും കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തു, ടിഷ്യൂ പേപ്പർ എടുത്ത് പാത്രമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഞാനും പോയി ചോറും മേടിച്ച് ചിക്കൻ കറിയും വാങ്ങിച്ചു. പൊരിച്ച ചിക്കൻ എടുത്തു. പിന്നെ സാലഡ്, പപ്പടം, സാലഡ്, പിന്നെ നമ്മുടെ ഈ പേരത്തപ്പഴവും നാരങ്ങയും കൂടെ ചേർത്ത ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ കൊണ്ടുപോയി ഒരു സൈഡ് പോയി. ഇത് ഞാൻ എടുത്തില്ല, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ടാ. അങ്ങനെ കൊണ്ടുപോയിരുന്നു ഞാനും ചേട്ടനും എൻ്റെ മോനും. എൻ്റെ അണ്ണൻ്റെ മോനാണ് കേട്ടോ അപ്പുറത്തിരിക്കണം, എൻ്റെ സ്വന്തം സഹോദരൻ്റെ ശരത്തും. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഭാഗത്തിരുന്ന്. ഈ ഇരിക്കുന്നത് എൻ്റെ മൂത്ത വലിയപ്പൻ്റെ മോനാണ് കേട്ടോ, ഷാജൻ എന്നാണ് പേര്. ഈ ഇരിക്കുന്നത് എൻ്റെ സ്വന്തം സഹോദരനാണ്. അങ്ങനെ ഫുഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ച് വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചർച്ച എന്ന് പറയുന്നത്, കൂലങ്കഷമായ ചർച്ച എന്ന് പറയണത് ആദിത്യൻ്റെ കല്യാണക്കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വാവച്ചി പറയുകയാണ് അവിടെ ഇരുന്നിട്ട്, ആദിത്യനെ
വിവാഹം കഴിക്കുന്ന പെൺകുട്ടി ഹിന്ദിക്കാരി കുട്ടിയായിരിക്കും. കാരണം സുനിത പറയണതൊന്നും ആ കുട്ടിക്ക് മനസ്സിലാവരുത്, ആ കുട്ടി പറയണത് സുനിതയ്ക്ക് മനസ്സിലാവരുത്. കാരണം വീട്ടിലുള്ള ഒരു വലിയൊരു വഴക്ക് അവിടെ തീരുമെന്നാണ് പറയണത്. അപ്പോൾ ആ സമയത്ത് ചെറുക്കൻ്റെ അടുത്തും പെണ്ണിൻ്റെ അടുത്തും ബന്ധുക്കൾ പെണ്ണിൻ്റെ വീട്ടിലുള്ളവരൊക്കെ വന്ന് ഒക്കെ സംസാരിച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ വീട്ടിലിനി യാത്ര പോകേണ്ട സമയമായി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പെണ്ണിന് ഇനി ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവേയില്ല. അപ്പോൾ സങ്കടമൊക്കെ വരികയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അമ്മ വന്ന് പെണ്ണിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. കാരണം ഇതൊരു വികാരം ഉള്ള ഒരു സമയമാണല്ല. തൻ്റെ മകളെ ഇത്രയും വളർത്തി വലുതാക്കി ഒരു മകൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. ആ ജീവിതം ഭദ്രമാവുന്നു. ഇവളോട് ഇതെൻ്റെ മൂത്ത സഹോദരൻ്റെ മോളാണ്, തലമൂത്ത. ഇവളോട് ഞാൻ പറഞ്ഞ ഈ ഡ്രസ്സ് എനിക്ക് തരാൻ 2 റീലെടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അവൾ പറയില്ല വാടക കൊടുക്കാം. എന്തിനു പഠിക്കണം പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വൈകുന്നേരം നമ്മുടെ തട്ടിൻ്റെ ആവശ്യത്തിനുള്ള സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും സവാളയൊക്കെ അരിയാൻ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തട്ടിൻ്റെ പണികളൊക്കെ ഇവിടെ എല്ലാം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് തട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെത് പണി ആദ്യത്തിന് അവിടെ ചെയ്യുന്നുണ്ട് പുറത്ത് കേട്ടോ. നമ്മുടെ അടുപ്പും തട്ടിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് കസാര ഇതൊക്കെ ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാറ് മൂത്തമ്മ വന്ന് ഒതുക്കുകയാണ് കേട്ടോ. വാവച്ചേട്ടൻ നല്ല ഉറക്കം സമയത്ത്. അപ്പോൾ വീഡിയോ കാണാൻ കൂട്ടുകാർക്ക് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റ, സീ യു.